ഷുഗറിൻ്റെ മരുന്ന് വാങ്ങാൻ മറക്കല്ലേ ഏട്ടാ. എന്നും കഴിക്കേണ്ട മരുന്നാ, അതാ വയ്യായിക. ഞാനിപ്പോൾ തന്നെ സതീഷിനെ വിളിച്ച് പറയാം ഏട്ടാ, ഏട്ടൻ്റെ അക്കൗണ്ടിലേക്ക് കുറച്ച് കാശ് അയച്ചു തരാൻ. അപ്പം കയ്യോടെ വാങ്ങാലോ. കുറച്ച് മട്ടേരിയുടെ പൊടിയരി കൊണ്ടുവരണേ, മറക്കല്ലേ. ഹലോ, അമ്മയാ മോനെ? പിന്നെ ഞാൻ വിളിച്ചതേ, അച്ഛൻ്റെ അക്കൗണ്ടിലേക്ക് കുറച്ച് കാശ് അയച്ചു തരുമോ? അച്ഛൻ്റെ ഷുഗറിൻ്റെ മരുന്ന് കഴിഞ്ഞു മോനെ. അച്ഛനൊരു വയ്യായിക പോലെ. എൻ്റെ പ്രഷറിൻ്റെ മരുന്നും അങ്ങ് കഴിഞ്ഞു. അച്ഛൻ കടയിലേക്ക് ഇപ്പോൾ പോയതേ ഉള്ളൂ. മോൻ അച്ഛൻ്റെ അക്കൗണ്ടിലേക്ക് കുറച്ച് കാശ് അയച്ചു കൊടുക്കുമോ? കയ്യോടെ വാങ്ങാമല്ലോ മോനെ. ഇങ്ങോട്ട് ഫോണ്ടാ മനുഷ്യ, ഞാൻ പറയാം. ഹലോ, ആ മോളെ, എൻ്റെ കുഞ്ഞുവാവ എന്തിയേ? എത്ര നാളായി അവനെ ഒന്ന് കണ്ടിട്ട്. ആ, കുഞ്ഞുവാവയൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ അമ്മയ്ക്ക് ഈ ഒരു മകൻ മാത്രമേ ഉള്ളോ? വേറെ ഒരു മകനും മകളും കൂടിയില്ലേ? അവരോടൊക്കെ ചോദിക്കാലോ. ഇവിടെ എന്താ പണം ചാക്കിൽ കെട്ടി വെച്ചിരിക്കുകയാണോ? അച്ഛനും അമ്മയ്ക്കും വാർദ്ധക്യ പെൻഷനില്ലേ? 3200 രൂപ. അതുപോരെ ജീവിക്കാൻ? ഏതു നേരവും അരി കഴിഞ്ഞു, മരുന്ന് കഴിഞ്ഞു, താ താ താ. എനിക്ക് ഈ തൊള്ളയുടെ സൗണ്ട് കേൾക്കുമ്പോഴേ കലി ഇളകി വരും. വെച്ചു എന്ന് തോന്നുന്നു. എന്താ ആ, ഏട്ടൻ വന്നല്ലോ. പാവം, മരുന്ന് വാങ്ങി കാണില്ല. കോട്ടിട്ടത് നന്നായില്ലേ ഏട്ടാ? നല്ല മഴ. ഇതെന്താ, ബർഫിയാ? അനുവിനെ ഒന്ന് വിളിച്ചു നോക്കാം, അവളെന്താണാവോ പറയാൻ പോകുന്നു. ആ മോളെ, ഞാനാ. എന്താ അമ്മേ? ഇങ്ങോട്ടൊക്കെ ഒന്ന് വിളിച്ചൂടെ കുട്ടി? ആ, ഞാനിപ്പോൾ ഓർത്തതേ ഉള്ളമ്മേ. ആ, പോട്ടെ. പിന്നെ ഞാനൊരു കാര്യം പറയാനാ മോളെ വിളിച്ചേ. മോളൊരു 1000 രൂപ തരാവോ? പെൻഷൻ കിട്ടുമ്പോൾ അങ്ങ് തിരിച്ചു തരാം. അച്ഛൻ്റെ ഷുഗറിൻ്റെ മരുന്നും അമ്മയുടെ പ്രഷറിൻ്റെ മരുന്നൊക്കെ കഴിഞ്ഞു മോളെ. അച്ഛനൊരു വയ്യായിക പോലെ. അയ്യോ അമ്മ, എൻ്റെ കയ്യിൽ എവിടുന്നാ കാശ്? ഏട്ടനോട് ചോദിച്ച ചാടി തുള്ളിക്കൊണ്ട് വരും അമ്മേ. അമ്മ ഒരു കാര്യം ചെയ്യുക, സതീഷിനോട് ചോദിക്കേ. അവൻ അത്ര പ്രാരാബ്ദമൊന്നും ഉണ്ടാകില്ലല്ലോ അമ്മേ. ഹലോ, രമേഷിനെ ഒന്ന് വിളിച്ചു നോക്കാം. എന്തിനാണ് ദൈവമേ ഈ 3 എണ്ണത്തിനെ ഞാൻ പെറ്റ് വളർത്തിയത്? മോനെ, അമ്മയാടാ. ഹലോ ഹലോ, എന്താടാ നീ ഒന്നും മിണ്ടാതിരിക്കുന്നേ? ഹലോ, ഫോൺ വെച്ചോ അവൻ? കഷ്ടം. ഏട്ടാ, സ്ഥല ബ്രോക്കർ ബാബുവിൻ്റെ ഫോൺ നമ്പർ ഒന്ന് തന്നെ. 9495. ഹലോ ബാബു, ഞാനാ. ആ, പിന്നെ ഇവിടുത്തെ സ്ഥലവും വീടും വിൽക്കാനുണ്ട്. ആ, പറമ്പ. 5 സെൻറ്റും 1500 സ്ക്വയർ ഫീറ്റ് വീടും. എന്താ വിലയോ? 55 ലക്ഷം രൂപ. 50ഓ? ആ, 50എങ്കിൽ 50. നാളെ തന്നെ വരാൻ പറയൂ, പെട്ടെന്ന് വേണം. ആ, ശരി. അങ്ങനെ അതിനും ഒരു തീരുമാനമായി. സതീഷാണല്ലോ വിളിക്കണേ. ഹലോ, അതേടാ, ഞാൻ വിൽക്കാൻ പോവാ. അതിന് നിനക്ക് വല്ല കുഴപ്പമുണ്ടോ? എൻ്റെ പേരിലുള്ള സ്വത്ത് എൻ്റെ ഇഷ്ടം പോലെ ചെയ്യൂടാ. വീട്ടിലോട്ട് കാല് നീട്ടിയിരിക്കുന്ന ഞങ്ങൾക്ക് എന്തിനാടാ വീട്? 3 എണ്ണത്തിനെ പഠിപ്പിച്ച് ജോലിയാക്കി കെട്ടിച്ചു വിട്ടു. അവർ സുഖമായി ജീവിക്കുന്നു. നിങ്ങൾക്കാർക്കും ഞങ്ങളെ വേണ്ട. ഇത്രയും കാലം കഷ്ടപ്പെട്ട് ജീവിച്ചു. ഇനിയെങ്കിലും കുറച്ച് നാൾ സുഖമായി ജീവിക്കട്ടടാ. എന്തെങ്കിലും നിനക്ക് പറയാനുണ്ടോടാ? പറയടാ. നിൻ്റെ ഭാര്യയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഞാൻ പറഞ്ഞത് അമ്മയെ നിനക്ക് ശരിക്കും അറിയാലോ. ഇനി ഇങ്ങോട്ട് വിളിച്ചു പോകരുത്. വെക്കടാ ഫോണ്. ചായ. മറ്റു ചില വാർത്തകൾ ചുരുക്കട്ടെ.
മണിപ്പുഴ ജംഗ്ഷന് സമീപം വാഹനങ്ങൾ കൂട്ടിയിടിച്ച അപകടം. ടാങ്കർ ലോറി വന്നിടിച്ചതിനെ തുടർന്ന് കാർ നിരങ്ങി നീങ്ങി മറ്റ് 2 കാറുകൾക്ക് പിന്നിൽ ഇടിച്ചു കയറി. ആർക്കും പരിക്കില്ല. ചാലക്കുടി പോട്ടയിൽ സിഗ്നൽ തെറ്റിച്ച വാനിടിച്ച ഒരാൾ മരിച്ചു. ബൈക്ക് യാത്രക്കാരനായ വിയാർപുരം സ്വദേശി ജീനാണ് മരിച്ചത്. ഭാര്യയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു.